ചില ബന്ധങ്ങൾ മെഴുകുതിരി വെട്ടം പോലെയാണ്. ആദ്യം അത് ഉരുകി നമ്മളിൽ പ്രകാശം നിറയ്ക്കുന്നു. ഒരു നാൾ അത് മുഴുവനായും അസ്തമിക്കും. പിന്നെ ഉരുകുന്നത് മുഴുവൻ നമ്മളായിരിക്കും. പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചിലവഴിച്ച ജീവിതത്തേക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ്. യാഥാർത്ഥ്യം എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ പോരായ്മകളിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. രക്തബന്ധമല്ല, വിശ്വാസമാണ് യഥാർത്ഥ ബന്ധം. വിശ്വാസമുണ്ടെങ്കിൽ അപരിചിതരും നമുക്ക് വേണ്ടപ്പെട്ടവരാകും. വിശ്വാസമില്ലെങ്കിൽ സ്വന്തങ്ങൾ പോലും അന്യരാകും. ആരെയും ഉപദേശിച്ച് നന്നാക്കാമെന്ന് വിചാരിക്കരുത്. അവനവൻ തന്നെ വിചാരിക്കാതെ ആരും നന്നാവില്ല. ഉപദേശിക്കാൻ ചെല്ലുന്നവരെ ശത്രുവായി കരുതുകയുള്ളൂ. പിന്നിൽ നിന്നും കുത്തുന്നവരോട് നന്ദി പറയുക. കാരണം നമ്മൾ എപ്പോഴും അവർക്ക് മുന്നിൽ തന്നെയാണെന്ന് അവരാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരിക്കലും നേടില്ല എന്ന് കരുതിയ പല സ്വപ്നങ്ങളും നമുക്ക് കൈയെത്തിപ്പിടിക്കാം. പരിശ്രമം തുടരുക തന്നെ ചെയ്യുക. ചിലപ്പോൾ നാളത്തെ വിജയി നിങ്ങളായിരിക്കാം. കൂടെ ആളുണ്ടെന്ന ധൈര്യത്തിൽ നടന്നു തുടങ്ങരുത്. ഒറ്റയ്ക്കാണെന്ന് കരുതി കാലുറപ്പിച്ച് മുന്നോട്ട് നടക്കുക. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കുമാകില്ല. നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്. പണം ഏത് ചീത്ത മാർഗത്തിലൂടെയും സ്വന്തമാക്കാം. ജീവിതത്തിൽ എന്തൊക്കെ നാം നേടിയെടുത്താലും അത് നമ്മൾ നഷ്ടപ്പെടുത്തിയ സമാധാനത്തോളം വരില്ല. ശാന്തമായി ഉറങ്ങാനാവുക എന്നതിൽ കവിഞ്ഞൊരു സൗഭാഗ്യം ജീവിതത്തിൽ വേറെയില്ല. നല്ല സമയം നോക്കിയിരുന്നാൽ ഒന്നും തുടങ്ങി വയ്ക്കാൻ നമുക്കാവില്ല. അതിനാൽ നാം എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്നും തുടങ്ങുക. നിങ്ങൾ ഭയപ്പെടാൻ വിനിയോഗിക്കുന്ന സമയവും ഊർജവും പ്രവൃത്തികൾക്ക് നൽകിയാൽ ഉറപ്പായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണുപോയവർക്കും ഒരു കൈത്താങ്ങ് നൽകുക. ഒരുപക്ഷെ ഈ ജീവിതയാത്രയിൽ അവർ ആയേക്കാം നമ്മുടെ വെളിച്ചം. ചില സമയങ്ങളിൽ നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ സുഹൃത്തുക്കളാകും. എന്നാൽ മറ്റു ചില സമയങ്ങളിൽ ഓർമ്മകൾ ശത്രുക്കളുമാകും. നിങ്ങൾ തകർന്നവരാണെന്ന് കരുതുകയാണെങ്കിൽ മനസ്സിലാക്കുക, പൊട്ടിയ കളർ പെൻസിലുകൾക്കും നിറം പകരാൻ കഴിയും.